സമാനതകളില്ലാത്ത സമരമായി കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിലെ സമരം മാറുന്നു. കോൺഗ്രസും കേരള കോൺഗ്രസും മാണി വിഭാഗവും ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകിവരുന്ന പിന്തുണയാണ് 64ാം ദിവസവും സമരത്തെ മുന്നോട്ട് നയിക്കുന്നത്. നഴ്സുമാരുടെ പ്രശ്നപരിഹാരത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യക്ഷ സമരം വരെ ആരംഭിച്ചെങ്കിലും മാനേജ്മെന്റ് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ ഇതുവരെ നടന്ന നഴ്സുമാരുടെ സമരങ്ങൾ ഒന്നും തന്നെ 2 മാസം പിന്നിട്ടിട്ടില്ല. വീട്ടിൽ പോകാൻ കഴിയാതെയും ശമ്പളമില്ലാതെയും 24 മണിക്കൂറും സമരം തുടരുന്ന ഇവർക്ക് കരുത്താവുന്നത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. നഴ്സുമാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ പ്രതികരിക്കാനായതും ഈ സംഭവത്തിൽ കോതമംഗലം പോലീസ് നഴ്സുമാർക്ക് എതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ തുണയായതും ഇവിടുത്തെ പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളുമായിരുന്നു. ഗുണ്ടകളെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ രക്ഷകരായി ഓടിയെത്തിയതും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും സമരത്തിന് അനുകൂലമായി രംഗത്തെത്തിയതും കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി വിഭാഗവും മുഖം തിരിച്ചു നിൽക്കുന്നതിൽ സമരസഹായ സമിതിക്ക് കടുത്ത എതിർപ്പുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും കോൺഗ്രസും ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോതമംഗലത്തെ വർഗ ബഹുജന സംഘടനകളും എല്ലാവരുടെയും പിന്തുണ നഴ്സുമാർക്കുണ്ട്. കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെയും ഈ നിലപാട് വളരെ ദൗർഭാഗ്യകരമാണ്. CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും BJPയും മറ്റ് കേരള കോൺഗ്രസ് വിഭാഗങ്ങളും സമരരംഗത്ത് സജീവമാണ്. കേരളത്തിൽ അംഗബലം കുറവുള്ള ശിവസേനയും PDPയും അടക്കമുള്ള പാർട്ടികളും രംഗത്തുണ്ട്. സ്ഥലം MLAയുടെ വാശിക്ക് മുൻപിൽ സർക്കാർ മുട്ടുമടക്കുമ്പോൾ നഷ്ടമാവുന്നത് നഴ്സുമാരുടെ ജീവിത പ്രതീക്ഷകൾ തന്നെയാണ്. ഷാനസ് ഡേവിഡ്, റിപ്പോർട്ടർ, കൊച്ചി.